പ്രിയമുള്ളവരെ, കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ഒരു കത്തിലൂടെ ലഭിച്ച ഒരു സാക്ഷ്യം ഇങ്ങനെ വായിച്ചു കേൾക്കാം. ലിഡിയ ആൻഡ് ജോസ് ആലപ്പുഴയിൽ നിന്നതാണ്. സർവശക്തനായ ദൈവത്തിന് 1000 നന്ദി. ഞങ്ങൾ 2022 മാർച്ചിൽ നൈറ്റ് വിജിലിൽ പ്രാർത്ഥന ഷാലോമിൽ വന്ന് പങ്കെടുത്തു. നിയോഗം സ്ഥിരമായ ഒരു ജോലി എത്രയും പെട്ടെന്ന് വേണമെന്ന് പ്രാർത്ഥിച്ചു. മാർച്ച് മാസം തന്നെ അടുത്തുള്ള കോളേജിൽ സ്ഥിരം നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുകയും അതിൽ ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് മെയ് 31, 2022 ഇൻ്റർവ്യൂവും മറ്റു നടപടികളും പാസ്സാകുകയും ജോലിയുടെ കൺഫർമേഷൻ ലഭിക്കുകയും ചെയ്തു. ജൂൺ 9 കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നിയമനം ലഭിച്ചു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് 1000 നന്ദി. ലിഡിയ ആൻഡ് ജോസ്. ലിഡിയ എവിടെ ഉണ്ടോ? കൈവെക്കാമോ? ലിഡിയ എഴുന്നേറ്റിരിക്കും. നമുക്കൊന്ന് കരങ്ങളടിച്ച് പ്രാർത്ഥന കേട്ട കർത്താവിന് 1000 നന്ദി. വീട് എവിടെയാ? ആലപ്പുഴ. ഇപ്പം ജോലി ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രിയമുള്ളവരെ, അച്ഛൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പ്രസംഗത്തിൻ്റെ ആരംഭ നിമിഷങ്ങളിൽ പറഞ്ഞൊരു കാര്യം, അവിടെ ഒരു അനുഗ്രഹത്തിൻ്റെ വഴി, നമ്മളത് നിങ്ങളോടത് പങ്കുവെക്കണമെന്ന് ഈശോ എനിക്ക് നൽകിയൊരു പ്രചോദനപ്രകാരം ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ആദ്യം പറഞ്ഞു, അച്ഛൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അമ്മ ഷാലോ മാസികയുടെ ഒരു ഏജൻറ്റാണ്. ഞാൻ പഴയ ഒരു സർക്കുലേഷൻ മാനേജറാണ്. അപ്പോൾ ഈ അമ്മ എനിക്ക് ഒത്തിരി പരിചയമുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ അച്ഛനും അമ്മയും മകനുമാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. പിന്നുള്ളവരെ, ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ നമ്മൾ ഷാലോ മാസികയെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്, അല്ലേ? ഷാലോ മാസിക ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായ ഒരു മാസിക. ഈ മാസികയിലൂടെ എങ്ങനെ അച്ഛനും അച്ഛൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അച്ഛൻ ഇങ്ങനെ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചു. ഇത് കർത്താവ് നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു മാസികയാണ് ഷാലോം ടൈംസ്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രിൻറ്റിങ് ആരംഭിച്ചതാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അനുഗ്രഹമായി മാറിയ മാസികയാണ്. നമുക്കൊരു ഷാലോമിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഷാലോമിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് പറയുന്ന കേട്ടനുസരിച്ച് മുമ്പോട്ട് പോകുന്നൊരു ശുശ്രൂഷയാണ് ഷാലോം. ഇതൊരു മാനുഷ്യ ബുദ്ധി കൊണ്ട് ആരംഭിച്ചൊരു മാസികയല്ല. ഈ മാസിക ആരംഭിക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഒരിക്കൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ഷാലോമിൻ്റെ ലീഡർ ഷെവലിയർ ബെന്നി അദ്ദേഹം തൃശ്ശൂരുള്ള ഒരു നിത്യാരാധന ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈശോ ഒരു ദർശനം കൊടുത്തു. ആ ദർശനം കണ്ടത് എങ്ങനെയാണ്? ഒരു പെട്ടിക്കട, പഴയ കാലത്തെ ഒരു പെട്ടിക്കട. ആ പെട്ടിക്കടയിൽ ഒത്തിരി മാസികകൾ തൂങ്ങിക്കിടക്കുന്നു, ഒത്തിരി സിനിമാ മാസികകൾ, നല്ല കളർഫുള്ളായ അട്രാക്റ്റീവായ മാസികകൾ. ആൾക്കാർ ഈ മാസിക മേടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ ഈ കടയുടെ മറ്റൊരു സൈഡിൽ മലയാളത്തിലെ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വില കുറഞ്ഞ ന്യൂസ് പ്രിൻ്റിൽ തൂങ്ങിക്കിടക്കുന്ന മലയാളത്തിലെ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ. ഇതാരും ശ്രദ്ധിക്കുന്നില്ല, ആരും വാങ്ങിക്കുന്നില്ല, ആരെയും ശ്രദ്ധിക്കാനുള്ള അട്രാക്ഷൻ ഇല്ല. ഇത് കണ്ട് വേദനയോടെ നിൽക്കുന്ന ഈശോയുടെ മുഖം ബെന്നിസാറ് ഒരു ദർശനത്തിൽ കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ബെന്നിസാർ ഈശോയോട് പറഞ്ഞ, കർത്താവേ, അങ്ങയുടെ വേദന മാറ്റാനും അങ്ങേക്ക് വേണ്ടി ഷാലോം ഒരു മാസിക ആരംഭിക്കാം. അതുപ്രകാരം ഷാലോം ആരംഭിച്ച മാസികയാണ് ഷാലോം ടൈംസ്. ഇതാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ ആദ്യത്തെ 4 കളർ ക്രൈസ്തവ പ്രസിദ്ധീകരണം. ഇതിനു മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലുള്ള മൾട്ടി കളർ പ്രിൻറ്റിംഗ് ഉള്ള ഒരു മാസിക ഇല്ലായിരുന്നു. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി കളർ ക്രൈസ്തവ പ്രസിദ്ധീകരണം. ഈശോയ്ക്ക് കൊടുത്ത വാഗ്ദാന പ്രകാരം ഇറക്കിയ മാസികയാണ്. ബെന്നിസാർ പറഞ്ഞ കർത്താവ്, എല്ലാ കണ്ടുപിടുത്തവും നിൻ്റേതാണ്, അതിനാൽ ഏറ്റവും നല്ലത് ഞങ്ങൾ അങ്ങേക്ക് തരും. അങ്ങനെയാണ് ഷാലോം ടൈംസ് എന്ന ഈ മാസിക ആരംഭിച്ചത്. ഇത് ഏകദേശം 4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഒത്തിരി ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറി. അനേകരിത് വായിച്ചു. അവർ തന്നെ ഏജൻസി എടുത്ത് പ്രചരിപ്പിച്ചു, ആരെയും കമ്പനി ചെയ്യാതെ. അങ്ങനെയാണ് അച്ഛൻ്റെയും അമ്മ ഷാലോമിൻ്റെ മാസികയുടെ ഏജൻറ്റായി മാറിയത്. അത് ആ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറി. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങളെ ഈ ഷാലോം മാസികയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു വർഷത്തേക്ക് ഇതിന് 220 രൂപയാണ് വാർഷിക വരിസംഖ്യ. വിദേശത്തേക്ക് 2900 രൂപ. ഇതിന് 10 കോപ്പി എടുത്താൽ ഒരു ഏജൻസി എടുക്കാം. 10 കോപ്പി എടുത്ത് ഏജൻസി എടുത്താൽ അതൊരു വലിയ സുവിശേഷ പ്രവർത്തനമാണ്. നമുക്ക് അനേകർക്ക് ഇത് പങ്കുവയ്ക്കാം. തകർന്ന ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകുന്ന സാക്ഷ്യങ്ങളുള്ള വചനങ്ങളുള്ള മാസികയാണിത്. ഏജൻസിക്കുള്ള എമൗണ്ട് 1950 രൂപയാണ്. 1950 രൂപ എടുത്താൽ 10 മാസം, മിനിമം 10 മാസിക വേണം. 10 മാസികയുടെ ഏജൻസി എടുക്കാൻ സാധിക്കും. ഇവിടെ വന്നവർക്ക് ബുക്ക് സ്റ്റാളിൽ സൗകര്യമുണ്ട്. അല്ലാത്തവർക്ക് സർക്കുലേഷൻ മാനേജർ ഷാലോം ടൈംസ് പെരുവണ്ണാമൂഴി
സർക്കുലേഷൻ മാനേജർ, ഷാലോം ടൈംസ്, പെരുവണ്ണാമൂഴി എന്ന അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കും. പ്രിയമുള്ളവർ, സാധിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഒരു ഏജൻസി എടുത്ത് നമ്മുടെ അടുത്തുള്ള ഈശോയെ അറിയത്തില്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ ഈശോ മഹത്വപ്പെടും. അത് അനേകർക്ക് ഈശോയെ കിട്ടും. അത് അനുഗ്രഹത്തിന് വഴിയായിട്ട് മാറും. ഈ മാസിക നിങ്ങൾ വാങ്ങിക്കുക, സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കുക, വീട്ടിലിടുക, വായിക്കുക. അതൊരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ ഈശോ നൽകിയ പ്രചോദനപ്രകാരം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. നമുക്കൊന്ന് ശാന്തമായി മുട്ടുമേ നിൽക്കാം. ദിവ്യകാരുണ്യ ഈശോ, ദിവ്യകാരുണ്യം സർവശക്തൻ എഴുന്നള്ളി വരാൻ പോകുന്ന സമയമാണ്. നമുക്ക് ആദരവോടെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കണം. ഈശോ സുഖപ്പെടുത്തും. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളെ നിറയ്ക്കും. നമുക്ക് ആദരവോടെ മുട്ടുമേൽ നിന്ന് കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുവേ, വലിയ ആദരവോടെ ഈശോ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളിൽ വസിക്കാൻ ആത്മവാതിൽ വന്നു മുട്ടുന്ന നേരം, ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം, ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പാടുകേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ശക്തമായിട്ട് മാലാഖമാരോട്, തിരുസഭയോട് ചേർന്ന്, നമ്മുടെ ഈ കൂട്ടായ്മയോട് ചേർന്ന്
സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ശക്തിയോടെ ഹൃദയം തുറന്ന് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്നാൽ താരയിൽ ഈശോയെ കാണുക. സർവശക്തനും പരിശുദ്ധനുമായ ദൈവം സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ കൃപയുടെ കടാക്ഷത്തിൻ്റെ മുമ്പിലാണ് തുറന്നു പിടിച്ച അവിടുത്തെ കണ്ണുകൾക്ക് മുമ്പിൽ, തുറന്നിരിക്കുന്ന അവിടുത്തെ കാതുകൾക്ക് മുമ്പിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്താണ് നമ്മൾ. തിരുസാന്നിധ്യ മേശയിൽ ദൈവത്തെ നമ്മൾ കാണുന്നു. കർത്താവെ, നിന്റെ തിരുസാന്നിധ്യം കാണാനും നിന്നെ ആരാധിക്കാനും നിന്റെ അടുത്ത് ചേർന്നിരിക്കാനും ഞങ്ങൾ ഈ രാത്രിയിൽ വിളിച്ചു ചേർത്തതിന് ഞങ്ങൾ നന്ദി പറയാം. ഈശോ, ഈ രാത്രി ഞങ്ങളൊരു കൂട്ടായ്മയായി, കുടുംബമായി, വ്യക്തിപരമായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന വലിയൊരു ആഗ്രഹമാണ്. സങ്കീർത്തനം 86:16, ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ, ഈ ദാസിക്ക് അങ്ങയുടെ ശക്തി നൽകണമേ, അങ്ങയുടെ ദാസരുടെ കുടുംബങ്ങൾക്ക് അങ്ങയുടെ ശക്തി നൽകണമേ. ഈശോ, സഹായിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഇതുവരെ സഹായിച്ച അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഞങ്ങൾ കേൾക്കുന്ന ഏറ്റവും വലിയ സുവിശേഷം നീയാണ്. ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്. ആ രക്ഷകൻ ജീവിക്കുന്നു, സത്യമായും അവൻ ജീവിക്കുന്നു. ഈശോയെ, ആ സാന്നിധ്യത്തെ, നിന്റെ ആ ദൈവത്വത്തെ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ ആരാധിക്കുകയാണ്. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. സ്നേഹിച്ചതിന്, ചേർത്ത് പിടിച്ചതിന്, ഇരുട്ടിൽ വെളിച്ചമായതിന്, പ്രതിസന്ധികളിൽ വഴികൾ തുറന്നു തന്നതിന്, തകർന്നു പോയി ഞങ്ങളുടെ മുമ്പിൽ വഴികൾ വെട്ടി തുറന്നു തന്നതിന് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കുടുംബത്തെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത്, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ ഓർത്ത്, ജോലി മേഖലയെ, ഞങ്ങളുടെ പഠനത്തെ, ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ശുശ്രൂഷകളെ എല്ലാം ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്നൊരു ഇരുട്ടിൽ കടന്നു പോവുകയാണോ, ഇന്ന് വേദനയിലൂടെ കടന്നു പോകുകയായിരിക്കാം ഈശോയെ. പക്ഷേ കഴിഞ്ഞൊരു കാലം ഞങ്ങൾക്കുണ്ട്. അങ്ങ് സഹായിച്ച സമയങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് കരുണ ചൊരിഞ്ഞ സമയങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. ഇതുവരെ സഹായിച്ച ആ ദൈവത്തിന്, എബനേസർ, എൻ്റെ ദൈവം ഇതുവരെ എന്നെ നടത്തി, ഇതുവരെ എന്നെ സഹായിച്ചു. ആ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയെ ആരാധിച്ചേ. ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ആരാധിക്കുന്ന ഈശോയെ, ആരാധിക്കുന്ന ഈശോയെ, ആരാധിക്കുന്ന ഈശോ, ആരാധിക്കുന്ന ഈശോ, ആരാധിക്കുന്ന ഈശോ. എന്റെ ഈശോയെ ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, മക്കളൊക്കെ ആരാധിക്കുന്നു, മക്കളൊക്കെ ആരാധിക്കുന്നു. ഈശോ, യേശുവെ ആരാധിക്കുന്നു, യേശുവെ ആരാധന, എന്റെ ഈശോയെ ആരാധന, എന്റെ യേശുവെ ആരാധന, എന്റെ ഈശോയെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന. ഇതുവരെ എന്നെ കരുതിയവൻ, ഇതുവരെ എന്നെ സൂക്ഷിച്ചവൻ, ഇതുവരെ എന്നെ കരുതിയവൻ, ഇതുവരെ എന്നെ സൂക്ഷിച്ചവൻ. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ലോകത്തിലും വൻഭാരത്തിലും ഈശോയെ കൈവിടാതെന്നെ പരിപാലിച്ചു. ശോകത്തിലും വൻഭാരത്തിലും കൈവിടാതെന്നെ പരിപാലിച്ചു. കൃപാ കൃപാ ദൈവ കൃപാ കൃപാ ഈശോയെ കൃപാ
എന്നാർത്തിടുവിൻ. ആമേൻ. കൃപ കൃപ ദൈവ കൃപ 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 എന്നാർത്തിടുവിൻ. ഈശോയെ, നന്ദി പറയുന്ന കർത്താവേ, ഈ തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയാം. ഈശോ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ കൃതജ്ഞതയുടെ പൂച്ചെണ്ട് ഞങ്ങൾ ഇറക്കി വയ്ക്കുകയാണ്. നാളിതുവരെ നടത്തിയതിന്, ചേർത്ത് പിടിച്ചതിന്, സഹായിച്ചതിന്, സ്നേഹിച്ചതിന്, നെഞ്ചോട് ചേർത്തടച്ചതിനെല്ലാം നന്ദി പറയുകയാണ്. നമുക്ക് ശാന്തമായിട്ട് ഈശോയുടെ സന്നിധിയിൽ ഇരിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. കരങ്ങൾ മടിയിൽ യാചനാരൂപത്തിൽ തുറന്നു വയ്ക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയേണ്ട സമയമാണ്. ഈ ആരാധനയിൽ സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെ സന്നിഹിതമാണ്. പരിശുദ്ധ അമ്മ മാതാവ്, വിശുദ്ധരും മാലാഖമാർ, സ്വർഗവാസികൾ, ഭൂവാസികളുടെ കൂട്ടായ്മ, ഈശോ, ഞങ്ങൾ ഒന്ന് ചേർന്ന്, ഞങ്ങളുടെ മക്കൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയിലേക്ക് മാത്രം ശ്രദ്ധ ആയിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും അറിയാവുന്ന ഒരു ദൈവം, നിങ്ങളുടെ ക്ലേശങ്ങൾ അറിഞ്ഞ ദൈവം, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദൈവം, നിങ്ങളുടെ രോദനങ്ങൾ കേട്ട ദൈവം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ വേദന അനുഭവിച്ചപ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണിത്: എൻ്റെ ജനം ഈജിപ്തിൽ വെച്ച് അനുഭവിക്കുന്നതെല്ലാം ഞാൻ കാണുന്നു, കേൾക്കുന്നു, ഞാൻ അറിയുന്നു. അങ്ങനെ അറിഞ്ഞൊരു ദൈവം ചെയ്യുന്ന കാര്യമാണ് അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത്. ഈ സമയം നമ്മൾ ഓർത്തെടുക്കണം. നാളിതുവരെ എൻ്റെ എത്രയോ കണ്ണുനീരുകൾ എൻ്റെ ഈശോ കേട്ടു, എൻ്റെ എത്രയോ നൊമ്പരങ്ങൾ അവൻ കണ്ടു, എൻ്റെ എത്രയോ ക്ലേശങ്ങൾ അവൻ അറിഞ്ഞു. എല്ലാത്തിലും അവൻ എന്നെ സഹായിച്ചു. ഈശോയെ, നീ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇല്ലാതായിപ്പോയനെ. നീ കരം പിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം തകർന്നു പോയനെ. നീ ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്നേ ഇല്ലാതായിപ്പോയനെ. അപ്പാ, ഞങ്ങൾ നന്ദി പറയുകയാണ്. വലിയ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. നീ നയിച്ചതാണ്, നീ ചേർത്ത് പിടിച്ചതാണ്. എബനേസർ, ദൈവം ഇതുവരെ സഹായിച്ചു. രോഗങ്ങളിൽ, വേദനകളിൽ, പരാജയങ്ങളിൽ, സങ്കടങ്ങളിൽ, കണ്ണുനീരുകളിൽ, തോറ്റുപോയ അനുഭവങ്ങളിൽ, ഒറ്റപ്പെട്ടപ്പോഴും ഒറ്റുകൊടുക്കപ്പെട്ടപ്പോഴും, കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയപ്പോഴും, പ്രതീക്ഷകൾ കൺമുമ്പിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നപ്പോഴും, പ്രതീക്ഷയില്ലാത്ത പകലുകൾ തള്ളി നീക്കിയപ്പോഴും, ഒറ്റയ്ക്കിരുന്ന് രാത്രി തള്ളി നീക്കിയ കണ്ണുനീരിൻ്റെ ഇരുട്ടുകൾ വന്ന് കയറിയപ്പോഴും, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും, അപ്പാ, പ്രകാശമായത് നീ മാത്രമാണ്, വെളിച്ചം തന്നത് നീ മാത്രമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ ദാനങ്ങൾക്കും, എല്ലാ സ്നേഹത്തിനും ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച് നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കരങ്ങൾ മടിയിൽ തുറന്നു വെച്ചു നന്ദി ഈശോയെ, എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും ഈശോയെ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഇവിടെ കുടുംബത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുക. പക്ഷേ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കാം.
കുടുംബത്തിൻ്റെ നീറുന്ന ഒരു വേദനയായിരിക്കും ഈശോയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഒരു നിയോഗം, മക്കളെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥന, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യം. ഈശോയ്ക്ക് പ്രാർത്ഥന കൊടുക്കുമ്പോൾ, ഈ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. ഈ കുടുംബം തന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുക. ഒരു പക്ഷേ ഒത്തിരി അസ്വസ്ഥതകൾ ആ വീട്ടിലുണ്ടാകാം. സ്വന്തമായിട്ടുള്ളൊരു ഭവനത്തിലായിരിക്കില്ല നിങ്ങൾ കഴിയുന്നത്. കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നൊരു ഭവനമായിരിക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാതെ വർഷങ്ങളായിട്ട് വാടക വീട് മാറി മാറി കഴിയുന്ന ഒരു സങ്കടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, വലിയ സങ്കടത്തിലാണ്. എങ്കിലും ഈ സങ്കടത്തിൽ നിന്നോട് ഈശോയ്ക്ക് നന്ദി പറയാം. ആ വാടക വീട്ടിൽ നിനക്ക് ഉറങ്ങാൻ പറ്റി. ആ വാടക വീട്ടിൽ അവൻ നിനക്കൊരു കുടുംബം ഒരുക്കി. നിനക്ക് എഴുന്നേക്കാനും നിനക്ക് കിടക്കാനും അവൻ അവസരങ്ങൾ ഒരുക്കി. അധ്വാനിക്കാൻ ശരീരം നൽകി. നന്ദി പറയുക. സഹായിക്കാൻ കുടുംബത്തെ നൽകി, കുടുംബാംഗങ്ങളെ നൽകി. ജീവിത പങ്കാളി ഓർത്ത് നന്ദി പറയുക. മക്കളെ ഓർത്ത് നന്ദി പറയുക. ഒരുപക്ഷെ ആ ജീവിത പങ്കാളി ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുകയായിരിക്കാം. രോഗപീഠകളാൽ ക്ലേശിക്കുകയായിരിക്കാം. ചില സമയത്തൊക്കെ സങ്കടത്തിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ഇങ്ങനെ ഒരാളെ എന്തിന് എനിക്ക് തന്നു എന്ന്. പക്ഷെ നിന്നെ വിശുദ്ധീകരിക്കാൻ, ആ വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ ഈശോ നിന്റെ കയ്യിലേക്കാണ് ഏൽപ്പിച്ചത്. ഈശോയെ നന്ദി പറയുകയാണ്. ഇതൊരു ഭാരമായിട്ടല്ല, ഒരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്ത് നന്ദി പറയുകയാണ്. അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു സമയം മുതൽ ഈശോ ആ സങ്കടത്തെ കൃപയാക്കി മാറ്റും. ജീവിത പങ്കാളി ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ അവർ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുകയായിരിക്കാം. നിങ്ങൾ അവർക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളൊന്നും അവർ സബലീകരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ കണ്ട പദ്ധതികൾക്കും പ്ലാനുകൾക്കും വിരുദ്ധമായിട്ട് അവർ നടന്നിട്ടുണ്ടാകാം. ആ മക്കളെ ഓർത്ത് നന്ദി പറയുക. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. അവരുടെ പഠനം, ജോലി, ജീവിതം, സ്വപ്നങ്ങൾ എല്ലാം ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ ഈശോയ്ക്ക് കൊടുക്കുക. രോഗം മൂലം ക്ലേശിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആശുപത്രികളും ഭവനങ്ങളും ഒക്കെ ആയിട്ട് രോഗങ്ങൾ മൂലം, പ്രായാധിക്യം മൂലമൊക്കെ ക്ലേശിക്കുന്ന നമ്മുടെ പേരൻസിന് ഈശോ കൊടുക്കുക. കർത്താവേ, ഞാൻ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണമായ എൻ്റെ മാതാപിതാക്കളെ, ഒരുപക്ഷെ അവരുടെ കുറവുകളെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാകാം, അവരെ വേണ്ടത്ര പരിഗണന കൊടുക്കാതിരുന്നുണ്ടാകാം, ശുശ്രൂഷിക്കാതിരുന്നുണ്ടാകാം. ക്ഷമ ചോദിക്കുക, നന്ദി പറയുക. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ, കുടുംബാംഗങ്ങളെ മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഈ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, വിവാഹ തടസ്സം നേരിട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കടബാധ്യതകൾ മുങ്ങി നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ, ഞങ്ങൾ ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കടത്തിലോ, ഈ രോഗത്തിലോ, ഈ ഇല്ലായ്മകളിലോ ഞങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ചേർത്ത് പിടിച്ചതിന് ഈശോയെ നന്ദി പറയുന്നു. വലതുകരം ഈശോയിലേക്ക് നെട്ടിപ്പിടിക്കുക. ഈരടികളോട് ചേർന്ന് ഒരിക്കൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ്റെ യേശുപര. കുടുംബത്തെ ഓർത്ത്, മാതാപിതാക്കളെ, മക്കളെ, ജീവിത പങ്കാളിയെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈരടികളോട് ചേർന്ന് നമുക്ക് ഈശോയെ പാടി ആരാധിക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും ഈശോയെ, അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും ചേർന്ന് പാടിക്കേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കരങ്ങൾ ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക. ഒരുപക്ഷേ ഒരുപാട് സങ്കടങ്ങളിലൂടെ നമ്മുടെ വ്യക്തി ജീവിതം കടന്നു പോവുകയായിരിക്കാം. വിശുദ്ധമായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു, പറ്റുന്നില്ല. പാപങ്ങളുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നു. ഈശോയിലേക്ക് തിരിച്ചു വരാനൊക്കെ ആഗ്രഹിക്കുന്നു, പറ്റുന്നില്ല. വ്യക്തിപരമായിട്ട് കണ്ട സ്വപ്നങ്ങൾ, പ്രയത്നിച്ച ഇടങ്ങൾ
എല്ലായിടത്തും പരാജയങ്ങളാണ് കൺമുമ്പിൽ വന്ന് തെളിഞ്ഞു നിൽക്കുന്നത്. കൂടെ നിൽക്കാൻ ഒരാളില്ല, ഒറ്റപ്പെട്ടു പോകുന്നു. സംസാരിക്കാൻ ഒരാളില്ല, കേട്ടിരിക്കാൻ ഒരാളില്ല. എൻ്റെ മനസ്സ് നുറുങ്ങുന്നത്, വേദന കൂടുന്നത്, നെഞ്ചിൻ്റെ താളം മാറുന്നത് അറിയാൻ ഒരാളില്ല, കേൾക്കാൻ ഒരാളില്ല, ചേർത്ത് പിടിക്കാൻ ഒരാളില്ല. പ്രിയപ്പെട്ട മക്കളെ, നീറുന്ന മനസ്സിൻ്റെ എല്ലാ നൊമ്പരങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ നന്ദിയോടെ ഓർക്കുക. ഇതിനു മുമ്പുണ്ടായ ഒറ്റപ്പെടലുകളിൽ, ഇതിനു മുമ്പുണ്ടായ ചതിക്കുഴികളിൽ നീ വഞ്ചിക്കപ്പെട്ടപ്പോൾ, നിന്നെ ആളുകൾ പരിഗണിക്കാതിരുന്നപ്പോൾ, നിന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ, നീ ചെയ്യാത്തത് നിന്റെ മേൽ ആരോപിച്ചപ്പോൾ, നിന്നെ ശപിച്ചപ്പോൾ, നീ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയപ്പോൾ, കുഞ്ഞുകാലങ്ങളിലോ വളർന്നു വരുന്ന ഘട്ടങ്ങളിലോ ഈ അടുത്ത കാലയളവിലോ മനുഷ്യർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. എല്ലാം തീർന്നു എന്ന് നമ്മൾ വേദനയോടെ ഓർത്തിട്ടുണ്ടാകാം. സഹായിക്കാൻ എനിക്കൊരാളില്ലല്ലോ, കേട്ടിരിക്കാൻ എനിക്കൊരാളില്ലല്ലോ, എനിക്ക് കരം നീട്ടി എന്നെ പിടിച്ചുയർത്താൻ എനിക്കൊരാളില്ലല്ലോ, ഈ പടുകുഴിയിൽ ഒറ്റയ്ക്ക് ഞാനായിപ്പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടാകാം. കരയുന്നത് കാണാൻ ഒരാളില്ല, കണ്ണുനീർ തുടച്ചു മാറ്റാൻ ഒരാളില്ല. ആരും കാണാതെ തലയണ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് തള്ളി നീക്കിയ രാത്രികളിൽ കുഞ്ഞെ, സഹായിക്കാൻ ഒരു കരം നിന്റെ മേൽ സ്പർശിക്കപ്പെട്ടത് നീ അറിയുക. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു കരം എന്നെ സ്പർശിച്ചു. ആ ശക്തിയിൽ ഞാൻ എഴുന്നേറ്റ് നിന്നു. മുട്ടുകൾ കുത്തി കരങ്ങളൂന്നി ഞാൻ എഴുന്നേറ്റ് നിന്നു. ദൈവമേ, നിന്റെ സ്വരമായിരുന്നത്, നിന്റെ കരമാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന എൻ്റെ ഒറ്റപ്പെടലുകളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ ഇരുട്ടുകളിൽ ഈശോ, ഞാനിത് നെഞ്ചുപൊട്ടി നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഓർക്കുകയാണ്, നാളിതുവരെ എൻ്റെ ഒറ്റപ്പെടലുകളിൽ എന്നെ ചേർത്ത് പിടിച്ചതിന്, ഞാൻ തളർന്നപ്പോൾ എന്നെ തോളോട് ചേർത്ത് പിടിച്ചതിന്, എൻ്റെ ഹൃദയം ശ്വാസം മുട്ടിപ്പോകുന്ന അനുഭവങ്ങളുണ്ടായപ്പോൾ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്, എന്നെ സ്വീകരിച്ചതിന്, സാരമില്ല എന്ന് പറഞ്ഞതിന്, കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞതിന്, കർത്താവേ, തിരുസാന്നിധ്യമായി ജീവിക്കുന്നവനായി എൻ്റെ കൂടെ നിന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ കടബാധ്യതകളിൽ, എൻ്റെ രോഗങ്ങളിൽ കൂടെ നിന്നതിന്, എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ ഇട്ടേച്ചു പോയപ്പോൾ, മക്കളെന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ, ഞാൻ സ്നേഹിച്ചവരെന്നെ വഞ്ചിച്ചപ്പോൾ, ഞാൻ പ്രതീക്ഷിച്ചതൊന്നും നടക്കാതെ വന്നപ്പോൾ കൂടെ നിന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചൊരുങ്ങിയിട്ട് തോറ്റുപോയപ്പോൾ, ഞാൻ പരിശ്രമിച്ചിട്ട് തോൽവികൾ മാത്രം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ, ഞാൻ സ്നേഹിച്ചിട്ടും എനിക്ക് തിരിച്ചു കിട്ടിയത് ചങ്കുപൊടിയുന്ന അനുഭവങ്ങളായപ്പോൾ, ഈശോയെ, എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയപ്പോൾ, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ അപ്പാ എന്നോർത്ത് പെടഞ്ഞപ്പോൾ കൂടെ നിന്നതിന് നന്ദി പറയുകയാണ്. വലതുകരം ഈശോയിലേക്ക് ഒരിക്കൽ കൂടി നീട്ടിപ്പിടിക്കുക. നീ ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കാത്ത, ആരൊക്കെ മാറ്റി നിർത്തിയാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തെ നാളിതുവരെ ഈ ഭൂമിയിൽ നിന്റെ കാൽസ്പർശമേറ്റ നിമിഷം മുതൽ, നിന്റെ കുഞ്ഞു കരച്ചിൽ ഈ ഭൂമിയിൽ മാറ്റൊലിക്കൊണ്ട നിമിഷം മുതൽ ഇന്ന് വരെ ഈ ആരാധനയുടെ മുമ്പിലിരിക്കുന്ന ഈ സമയം വരെ നിന്നെ സഹായിച്ച ഈശോയ്ക്ക് നന്ദി പറയുക. ഇതുവരെ നടത്തിയെങ്കിൽ ഇനിയും നടത്തും. ഒരു തിരിച്ചുവരവിലൂടെയല്ല, നിന്റെ കൺമുമ്പിൽ നിന്റെ ശത്രുക്കളെ, നിന്റെ വേദനകളെ, നിന്റെ കണ്ണുനീരുകളെ വെള്ളച്ചാട്ടത്തിൽ ചിറയുന്ന പോലെ ചിതറിച്ചു തരുന്ന ഒരു ദൈവം. ഈസ് നോട്ട് ഗിവിങ് എ കം ബാക്ക്, ഈസ് പ്രൊവൈഡിങ് എ ബ്രേക്ക് ത്രൂ. ആ ദൈവം നിന്റെ മുമ്പിൽ ഇതെല്ലാം തുറന്നു തരും. പലതരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഇതുവരെ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. എൻ്റെ ഈശോ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന, ആരാധന. നീ എന്റേതെന്നു ചൊല്ലി ഈശോയെ വിളിച്ചു എന്നോ മനപ്പേ, നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോ മനപ്പേ, ഈശോയെ വളർത്തി നോളമാക്കി തിരുനാമ മഹത്വത്തിനാ, വളർത്തി നോളമാക്കി തിരുനാമ മഹത്വത്തിനാ, ഞാനങ്ങേ സ്നേഹിക്കുന്നു
ജീവനെക്കാളെന്നും ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. എൻ ജീവനെക്കാളെന്നും ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ഈശോയെ ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. കരങ്ങൾ മടിയിൽ തുറന്നു വെച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരിക്കൽ കൂടി ഈശോയെ കൊടുക്കാം. പ്രത്യേകിച്ച് ഈ രാത്രിയിലെ നമ്മുടെ ഈ ജാഗരണ രാത്രിയുടെ എല്ലാ നിയോഗങ്ങളും ഈശോയെ കൊടുക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, ഇന്ന് രാത്രിയിൽ നമ്മൾ എഴുതിയും വിളിച്ചുമൊക്കെ അറിയിച്ച് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോ ബോധ്യം നൽകിയ നമ്മുടെ ജീവിതാവശ്യങ്ങൾ, കർത്താവേ എത്രയും വേഗം അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച നിയോഗങ്ങളിലേക്ക് അങ്ങയുടെ തിരുവിഷ്ടം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ആലയത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് പറഞ്ഞറിയിച്ചവർ, എഴുതി അറിയിച്ചവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക്, അവരായിരിക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം കർത്താവെ അങ്ങ് അനുഗ്രഹമായി കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഹൃദയം തുറന്ന് ഈശോയുടെ എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച നമ്മുടെ എല്ലാ നിയോഗങ്ങളും അവൻ സാധിച്ചു തരും. അവൻ രാജാവാണ്, അവൻ ശക്തനാണ്. പ്രവാഹങ്ങൾ ഉയരുമ്പോഴും ആ പ്രവാഹങ്ങളെക്കാൾ എൻ്റെ ദൈവം ശക്തനാണെന്ന് വിശ്വസിച്ച ഒരു കൂട്ടായ്മ ഈശോയെ ആരാധിക്കുകയാണ്. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ചൊരിയണമേ. ഈശോ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ മറന്നുപോയതുമായ അങ്ങേക്കറിയാവുന്ന ഞങ്ങളുടെ എല്ലാ ജീവിതാവശ്യങ്ങളും ഈ സമയം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, രോഗപീഠകളാൽ ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ആശുപത്രികൾ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിവിധ സർജറികൾക്ക് വിധേയരായിരിക്കുന്നവർ, ഈ ദിവസങ്ങളിൽ സർജറികൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മാരകമായ രോഗങ്ങളാൽ പിടിപെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഓർക്കുകയാണ്. കൈക്കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ സൗഖ്യവും വലിയൊരു വിമോചനവും കർത്താവെ എല്ലാ മക്കളിലേക്കും ഈ രാത്രി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മ, ആത്മീയ കൂട്ടായ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശലോം ടിവിയുടെ ശുശ്രൂഷകളിൽ വിവിധ രീതിയിൽ പ്രാർത്ഥിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ആത്മീയ കൂട്ടായ്മയിൽ ഈശോ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ ആലയത്തിൽ നടന്നിട്ടുള്ള എല്ലാ ശുശ്രൂഷകളുടെയും മുഴുവൻ അഭിഷേകവും ടാപ്പ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ആലയത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ ബലികളുടെയും അനന്ത യോഗ്യതയുടെ കൃപ ടാപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ആലയത്തിൽ മുഴങ്ങിക്കേട്ടിട്ടുള്ള എല്ലാ വചനത്തിനെയും ശക്തി ടാപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രത്യേകമായിട്ട് ഈ രാത്രിയിൽ പ്രാർത്ഥിച്ച, വചനം കേട്ട് ആരാധിച്ച എല്ലാ മക്കളിലേക്കും അങ്ങയുടെ കൃപ ചൊരിയണമേ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഈ സമയം നമ്മൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം കൊടുത്തുകൊണ്ടത് ശ്രദ്ധിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം ഏറ്റെടുക്കുന്നതിന്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിന് ഈശോയെ നന്ദി പറയുകയാണ്. ഈശോയെ, വലിയ കൃപയും അഭിഷേകവും ഈ രാത്രിയിൽ ഈ സമയം അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ, പ്രാർത്ഥനകളെ ഏറ്റെടുക്കണമേ, ഈ ആലയത്തെ ഏറ്റെടുക്കണമേ, ഞങ്ങളിരിക്കുന്ന ഭവനങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ വലിയ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷകളെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ ഇതുവരെ നടന്ന എല്ലാ നൈറ്റ് വിജിലുകളെ, ആരാധനകളെ, വചന ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈശോയെ, നാളിതുവരെ പ്രാർത്ഥിച്ചവരെ ഓർത്ത് നന്ദി പറയുകയാണ്. വചനം സന്ദേശം നൽകിയവരെ ഓർത്ത് നന്ദി പറയുകയാണ്. ആരാധന നടത്തിയവരെ ഓർത്ത് നന്ദി പറയുകയാണ്. നാളിതുവരെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥന സമർപ്പിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, വരുന്ന മാസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളിലേക്ക് അങ്ങയുടെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, ആരാധന. നീയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിടുമേ. നന്ദിയുണ്ട് ദൈവമേ,
അനുഗ്രഹത്തോടെ നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, അനുഗ്രഹം, അഭിഷേകം, ഈ ആശീർവാദ സമയത്ത് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുക. കർത്താവ്, ഈ സമയം അങ്ങയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുകയാണ്. ഈ നൈറ്റ് വിജിലിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ വളരെ പ്രത്യേകമായിട്ട് ഷാലോം TV ശുശ്രൂഷകളെ, മാധ്യമ ശുശ്രൂഷകളെ എല്ലാം ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു തരുന്നു. നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിന്റ് മീഡിയ വഴി, ഓൺലൈൻ മീഡിയ വഴി, ശുശ്രൂഷകൾ വഴി, വിവിധ ഇടവകയിലെ ശുശ്രൂഷകൾ വഴി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും മഹത്തരമാക്കി മാറ്റണമേ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇനിയും ജീവിതം മുഴുവൻ മാറ്റിവെച്ച് ശുശ്രൂഷ ചെയ്യാൻ അനേകം മക്കളെ കർത്താവെ ഈ ശുശ്രൂഷയിലേക്ക് അങ്ങ് ആകർഷിച്ചു കൊണ്ടുവരണമേ. കർത്താവെ, മാസികകൾ വായിക്കുന്നവര്, സൺഡേ ശാലോം വായിക്കുന്നവര്, വിവിധ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നവര്, ശാലോം ടൈഡിങ്സ് വായിക്കുന്നവര്, ഈശോ എല്ലാ മക്കളിലേക്കും വായിക്കുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് അങ്ങയുടെ കൃപ സമൃദ്ധമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച എല്ലാ മക്കൾക്ക് വേണ്ടി ഈശോ ഞങ്ങളുടെ കൂട്ടായ്മ ഒരിക്കൽ കൂടി അനുഗ്രഹം ടാപ്പ് ചെയ്ത് പ്രാർത്ഥിക്കാം. കൃപ ചൊരിയണമേ, അഭിഷേകം ചൊരിയണമേ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈശോയെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം മറന്നൊന്ന് സ്തുതിച്ച് ആരാധിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമപരിശുദ്ധനായവരെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അനുഗ്രഹിച്ച കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പരിപാലിച്ച ദൈവമേ അങ്ങേക്ക് നന്ദിയും, കൃപ വർഷിച്ചതിനെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നത് കർത്താവേ. കൂടെ വസിച്ചതിനെ പ്രതി നന്ദി പറയുന്നത് കർത്താവേ. പ്രാർത്ഥന കേട്ടതിനെ പ്രതി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ പ്രതി നന്ദി പറയുന്നത് കർത്താവേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനെ പ്രതി നന്ദി പറയുന്നു. രോഗികളെ അനുഗ്രഹിച്ചതിനെ പ്രതി നന്ദി പറയുന്നത് കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിടും. ദൈവം നൽകിയ നന്മകൾക്കായി ദൈവമേകിയ സൂനുവെ പാപി എനിക്കാം. ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിടും. ദൈവം നൽകിയ നന്മകൾക്കായി ദൈവമേകിയ സൂനുവെ പാപി എനിക്കാം. ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും.